ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി ആരും എന്താ പറയുക എന്നെ മത്സരത്തിന് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഞാൻ UDFന്റെ കൊലായിലെ ആ സ്റ്റെപ്പിലിരിക്കുകയാണ്. അവിടെ വന്ന് എനിക്കൊരു ചവിട്ടിൽ നിന്ന് വാതിലടച്ചു ശ്രീ VD സതീശൻ. അങ്ങനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരേണ്ടി വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ വേര് ഇങ്ങനെ അറക്കും ജനങ്ങൾ, ഒരാളും അറിയാതെ. 23-ാം തീയതി ഇപ്പം ഈ പാവപ്പെട്ട മനുഷ്യന്മാർ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ അവരും പടച്ചവനും മാത്രമേ ഇത് കാണുള്ളൂ. അവിടെ ഈ ക്രിയ നടക്കും. അതിൽ വളരെ സന്തോഷമുണ്ട്. ആ ചിഹ്നം അങ്ങനെ ആയതുകൊണ്ട് കത്രിക ചിഹ്നം ജപിച്ചത് സ്വാഭാവികമായിട്ടും സന്തോഷമുണ്ട്. നമ്മളൊരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ചിഹ്നം എന്ന നിലക്കായിരുന്നു ഓട്ടോറിക്ഷ നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. അത് കിട്ടാത്തതിൽ ചെറിയ വിഷമമുണ്ട്. താലോലിക്കാൻ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾക്ക് കത്രികപ്പൂട്ടിടുന്ന, നിലമ്പൂരിലെ ജനങ്ങൾ കത്രികപ്പൂട്ടിടുന്ന തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തെ കാര്യം, പിണറായിസത്തിന്റെ അടിവേര് വെട്ടാനുള്ള ഒരായുധമായിട്ട് ഞങ്ങൾ ഈ കത്രിക ഉപയോഗിക്കും. മൂന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പിണറായിസത്തെ ഇങ്ങനെ വെട്ടി സ്ലോ ആയിട്ടാണ്. കാരണം എന്തുകൊണ്ട് വെട്ടിയാലും ശബ്ദം ഉണ്ടാവില്ലേ? എന്തുകൊണ്ട് വെട്ടിയാലും ശബ്ദം ഉണ്ടാവും. കത്രിക കൊണ്ട് വെട്ടുമ്പോൾ മാത്രമാണ് ശബ്ദമില്ലാത്തത്. അപ്പം സ്വാഭാവികമായിട്ടും ആ വേര് ഇങ്ങനെ അറക്കും ജനങ്ങൾ, ഒരാളും അറിയാതെ. 23-ാം തീയതി ഇപ്പം ഈ പാവപ്പെട്ട മനുഷ്യന്മാർ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ അവരും പടച്ചവനും മാത്രമേ ഇത് കാണുള്ളൂ. അവിടെ ഈ ക്രിയ നടക്കും. അതിൽ വളരെ സന്തോഷമുണ്ട്. ആ ചിഹ്നം അങ്ങനെ ആയിരുന്നു. ഒന്നും നിങ്ങൾ പറയണ്ട, ഞങ്ങൾക്കറിയാം, നിങ്ങൾ പൊയ്ക്കോ അൻവർക്ക എന്നാ പറയുന്നത്. ഒന്നും പറയണ്ട, നിങ്ങൾ പൊയ്ക്കോ, ബാക്കി ഞങ്ങളെ ഏറ്റു. അതിലപ്പുറമുള്ള റെസ്പോൺസ്. ഞാനിപ്പോൾ 6ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ഈ മത്സരിക്കുന്നത് ഈ 14 വർഷത്തിനിടക്ക്. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ആയിക്കോട്ടെ നോക്കാം. ഇത് നേരെ തിരിച്ചാ പറയും, നിങ്ങൾ പൊയ്ക്കാൻ വർക്കാം, ഞങ്ങളെ ഏറ്റു. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളെ ആരോഗ്യം നോക്ക്, ഞങ്ങളെ ഏറ്റു എന്നാണ് പറയുന്നത്.